ശാഖലെ കേരളം മുഴുവനും മാധ്യമങ്ങൾ മുഴുവനും സോഷ്യൽ മീഡിയയുമെല്ലാം 3-4 ദിവസങ്ങളായി ജനകീയനായ പകരം വയ്ക്കാനില്ലാത്ത അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാവരിലും ആദരണീയനായ വളരെ ദാരിദ്ര്യത്തിൽ ജനിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി 11 പ്രാവശ്യം MLA ആയി സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരിലൂടെ വളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി CPM രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ അവശേഷിക്കുന്ന കണ്ണിയാണ് സഖാവ് VS. ഞാൻ ഇനി എന്തുമാത്രം പറഞ്ഞാലും അത് ഒരധികപ്പറ്റാവും. പക്ഷേ എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ VSനെ സമീപിച്ചത് എൻ്റെ വൈഫിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ വൈഫ് കണ്ണൂരാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. എൻ്റെ കൊച്ചിന് പ്രായമായി, പെൺകൊച്ചാണ്, ഒരു കൊച്ചേ ഉള്ളൂ. അമ്മയ്ക്ക് മഹോദരാണ്, അപ്പം വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ആവശ്യം കൊച്ചിനുണ്ടായിരുന്നു. ഞാൻ തിരക്കുള്ള ഒരാളെന്നുള്ള നിലയിൽ മിക്കവാറും രാത്രി കാലങ്ങളിലെ വൈകുന്നേരം 5 മണിക്ക് വന്ന് കൂട്ടിയിട്ട് പോകും. രാത്രി കൊച്ചകത്തിരുന്നവർക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു, അവർക്ക് അറിയില്ല പേടി എന്താണെന്ന് ചോദിച്ചാൽ. അത് എനിക്കൊരു വിഷമം തോന്നി. എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടൻ VSനെ ഒന്ന് കണ്ടു നോക്കൂ. പല പ്രാവശ്യം ബന്ധപ്പെട്ട മന്ത്രിയെ കണ്ടിട്ടും നമ്മുടെ പാർട്ടി നേതാക്കന്മാരടക്കം ഇടപെട്ടിട്ടും നടന്നില്ല. ഞാൻ വൈക്കം വിശ്വൻ്റെ കത്തുമായി പോയി സഖാവ് VSനെ കണ്ടു. ഞാൻ എൻ്റെ കത്തെഴുതി, സഖാവ് VSന് ഞീഴൂരിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന തൊഴിലാളി വർഗ മുദ്രാവാക്യം ആദ്യമായി വിളിച്ച ഒരാളുടെ മകനാണ്. ഞീഴൂരാരും അങ്ങനെ ഒരു മുദ്രാവാക്യം കേട്ടിട്ടില്ല. പിന്നീട് ഒരാൾ വന്ന് ഏറ്റുവിളിച്ചു. അങ്ങനെ 2 പേരുടെ പ്രകടനമാണ് ആദ്യത്തെ പ്രകടനം. അതിന് നേതൃത്വം കൊടുത്തത് പള്ളിപ്പുറത്തുകാരനായ എൻ്റെ അച്ഛൻ ഇവിടെ ബീഡി തെറുപ്പുമായി വന്നു. പിന്നീട് ബീഡി തെറുപ്പുകാർ സംഘടിപ്പിച്ചു. അവിടെ മലഞ്ചരക്ക് കച്ചവടത്തിൻ്റെ ക്യാഷ് കണക്കപ്പള്ളിയായിട്ടിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ വിളിച്ചതിൻ്റെ ഭാഗമായി വിരുദ്ധ ചേരികളെല്ലാം ഓടി രക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അടറോ അയ്മു വരുന്നു, ഓടിക്കൂ. അങ്ങനെ അയ്മൂരാഘവൻ എന്ന പേരിൽ എൻ്റെ അച്ഛൻ അറിയപ്പെട്ടു. ഞങ്ങളുടെ ഗുണം പറയാനല്ല, അതടക്കം എഴുതിയിട്ടാണ് VSന് കൊടുത്തത്. കൊച്ചിന് വയസ്സായി, അമ്മയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കൊച്ചിനെ ഫുൾ ടൈം നോക്കാൻ അസൗകര്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ വൈഫിന് ട്രാൻസ്ഫർ തരണം. സഖാവ് വായിച്ചിട്ട് ആ പേപ്പർ മടക്കി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറെ വിളിച്ചു വരുത്തി. എന്നെ അവിടെ ഇരുത്തി എനിക്ക് 2 ചായ തന്നു. എനിക്കും ഭാര്യയ്ക്കും ഒരു ചായ തന്നു. അപ്പം മുഖ്യമന്ത്രി കാണാൻ ഒട്ടേറെ ആളുണ്ട്. വിളിച്ചു വരിയിട്ട് ആ ഡയറക്ടറോട് പറഞ്ഞു, ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഡയറക്ടറോട് പറഞ്ഞു, ഈ കത്ത് വായിച്ചോ. 6 മാസത്തിനകം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കോട്ടയം ജില്ലയിലെത്തണം. സ്പെഷ്യൽ ഓർഡറുടെ ഒട്ടേറെ വകുപ്പുകൾ അതിനകത്തുണ്ട്. പൊക്കോ സഹാക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. ആ ഒരു കാര്യം എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എൻ്റെ കുടുംബത്തിന്. പക്ഷേ ഞാൻ നീടൂരിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്നും പിന്നീട് പാർട്ടി ഓഫീസ് പണിത് അതിൻ്റെ ഉദ്ഘാടനത്തിന് സഖാവ് VSനെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ VS പറഞ്ഞു, VS എന്ന പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചരിത്രം സൃഷ്ടിച്ച ആളാണ് സഖാവ് VS. അദ്ദേഹത്തിൻ്റെ മതികെട്ടാമലയും അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിൽ അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാടി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി ഞാൻ വൈക്കം വിശ്വൻ്റെ കത്തുമായിട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോൾ 91-ൽ DYFIയുടെ ബ്ലോക്ക് സമ്മേളനത്തിന് അന്ന് ഞാൻ ബ്ലോക്ക് സെക്രട്ടറിയാണ്. നീഴൂർ വന്ന കഥ പറഞ്ഞപ്പോൾ എൻ്റെ സഖാവെ ഒന്ന് വന്നതല്ലേ, വഴി മോശം, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സഖാവെ ഞാൻ പോവല്ലേ, പ്രോഗ്രാം തരാം. അപ്പോൾ സ്റ്റാഫിനോട് പറഞ്ഞു, ആ കൊല്ലത്തെ പ്രോഗ്രാം 22 മാർച്ച് 22 അത് ഒഴിവാക്കി.
2014 കോട്ടയത്തിന് വെക്കാൻ പോയി. സഖാവ് വന്നു. സഖാവ് വരുമ്പോൾ നീഴൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആൾ, ഒരു പെരുന്നാളിനോ ഒരു ഉത്സവത്തിനോ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാകാത്ത നിലയിൽ പാർട്ടിക്കാർ മാത്രമല്ല, VSൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് ഇതര രംഗത്തും അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൻ്റെ അംഗീകാരം എന്നുള്ള നിലയിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത അതിഗംഭീരമായ സമ്മേളനമായിരുന്നു. അതെന്നും നീഴൂർക്കാർ പറയും. ആ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു, പ്രസംഗിച്ചു തിരിച്ചു പോയി. പിറ്റേ ദിവസം വെളുപ്പിന് എന്നെ ഫോൺ വിളിക്കുന്നു ഗൺമാൻ. VSൻ്റെ ഗൺമാനാണ്. സഖാവിന് എന്തോ പറയാനുണ്ട്. സഖാവ് എവിടെ നിന്ന് ആളുടെ അണിനിരത്തി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഖാവ് വന്നതിൽ സന്തോഷം. ഇവിടുത്തെ പാർട്ടിയുടെ കരുത്ത് മാത്രമല്ല, സഖാവിൻ്റെ പാർട്ടി രംഗത്ത് പാർലമെൻറ്റ് രംഗത്ത് സഖാവ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരമാണ് ആ വരവേൽപ്പ്. വികതമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായെങ്കിലും ആ ചരിത്രം നീഴൂർക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിങ്ങൾ കണ്ടുമാണ് കേരളത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാരും മുൻ മുഖ്യമന്ത്രിമാരും മരിച്ച ഘോഷയാത്രകൾ. കുഞ്ഞുകുട്ടി മുതൽ, തോളിലിരിക്കുന്ന കുഞ്ഞുകുട്ടി മുതൽ 80-82 വയസ്സുള്ള അമ്മച്ചിമാർ വരെ VSൻ്റെ വേർപാടിൽ പൊട്ടിക്കരയുന്ന ചിത്രം. അതാണ് VS. ജനഹൃദയങ്ങൾ ജീവിക്കും. ജനകീയനായ ഒരു പാർലമെൻറ്റേറിയൻ, ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ജനങ്ങൾ എത്രയോ കാലം ഈ സമൂഹം നിലനിൽക്കുന്നു. ഈ കൊച്ചുകാലം എത്രയോ കാലം സഖാവ് VSന് ഓർമ്മ വരും. നിങ്ങൾ വായിച്ച് കാണുമായിരിക്കും, 8 വയസ്സിൽ അനാഥത്വത്തിൻ്റെ മുഖവും പേറി അമ്മ മഹോദരായിട്ട് മരിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനും മരിച്ചു. ചേട്ടൻ്റെ സംരക്ഷണം പിന്നീട് തയ്യത്തൊഴിലാളിയായി. ദിവാൻ ഭരണത്തിനെതിരായി ജനങ്ങളെ സംഘടിപ്പിച്ചു. ആ ജനങ്ങളെ അണിനിരത്തി വൻപിച്ച ജനമുന്നേറ്റം നടത്തിയ ആളായിരുന്നു VS. അഴിമതി പുരളാത്ത മാന്യദ്ദേഹം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രിയായ കാലത്താണ് മകൻ അനിൽകുമാർ HRD ഡയറക്ടർ എന്തോ, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നിയമനം. അതിനുശേഷം വന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ ആരോ ആക്ഷേപമായിട്ട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു VSൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ, മിസ്റ്റർ ചാണ്ടി, താനല്ലേ പ്രതിപക്ഷ മുഖ്യമന്ത്രി, എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനധികൃത നിയമനമാണെങ്കിൽ അവനെ കേസെടുത്ത് തുറങ്കലിലടയ്ക്കുമോ ധൈര്യമുണ്ടോ എന്നെനിക്ക്. കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിമാർക്ക് ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ഇങ്ങനെ ചോദിക്കാൻ കേരളത്തിൽ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് VSൻ്റെ മാറ്റം കൂട്ടുന്നത്. VS നടത്തിയിട്ടുള്ള സത്യസന്ധവും സുതാര്യവുമായ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ യാത്രകൾ, മതികെട്ടാൻമല, ശബരിമല പ്രശ്നം, നിലയ്ക്കൽ പ്രശ്നം, അങ്ങനെയുള്ള ഒട്ടേറെ രംഗത്ത് സഖാവ് VS എടുത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ജനകീയ അംഗീകാരം നേടിയതാണ്. 10 സെൻറ്റ് കുടിയുടെ അവകാശം, പിന്നീട് മിച്ചഭൂമി സമരം, പുന്നപ്രവരാർ സമരത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച് ആയിരങ്ങൾ അണിനിരത്തിയത്, കൊടിയ പോലീസ് മർദ്ദനം, പട്ടിണിയും പരിവട്ടവുമായി കേരളം 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അദ്ദേഹം അത്യാവശ്യം ഒപ്പം ഇംഗ്ലീഷും അത്യാവശ്യം ഹിന്ദിയും പഠിച്ചെടുക്കാൻ കഴിയുന്ന നിലയിൽ ഹിന്ദി എങ്ങനെ പഠിച്ചു എന്ന് കഴിഞ്ഞ സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു നിലയിൽ ഉയർന്നു വന്നാൽ അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം ഈ കേരള സമൂഹത്തിൻ്റെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം LDF ഗവൺമെൻറ്റായിരുന്ന കാലത്താണ് ഇവിടെ സാക്ഷരതാ പ്രവർത്തനം, LDF ഭരണത്തിലാണ്. ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ജനകീയാസൂത്രണം, ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആരെയും വകവെക്കാതെ പാർട്ടിയെ മാത്രം ബഹുമാനിച്ച് പൊതുസമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ജീവൻ്റെ അവസാന ശ്വാസം വരെ നിന്ന അങ്ങനെ ഒരു സഖാവ് ഇന്ത്യ രാജ്യത്തില്ല. ഒരു സഖാവാണ് സഖാവ് VS. ആ VSനെ പകരം വെക്കാനില്ലാത്ത അമരക്കാരനോ മരണമില്ലാത്ത മനുഷ്യനോ തൊഴിലാളി വർഗത്തിൻ്റെ തലതൊട്ടപ്പനോ എന്തെല്ലാം വിശേഷണം കൊണ്ട് വിശേഷിപ്പിച്ചാലും സഖാവിൻ്റെ സ്മരണ ഒരിക്കലും ഓർക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് എളിയനായ ഞാൻ. ഇപ്പം ഇന്നലെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു പുള്ളിയുടെ വൈഫ് ഗർഭിണിയാണ്, അദ്ദേഹത്തിന് വേറെ ആരുമില്ല. VSന് ഒരു ഇല്ലൻ്റെ ഒരു കത്ത് അയച്ചു മുഖ്യമന്ത്രിക്ക്. ഇന്നവരാണ് സാഹചര്യം,
മൂന്നാം പക്കം പുള്ളിയുടെ ഫോൺ നമ്പറിലോട്ടൊരു ഫോൺ വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും എല്ലാം ഉണ്ടായിരുന്നു. എന്താണ് കാരണം? നിങ്ങൾക്ക് എങ്ങോട്ടാണ് വേണ്ടത് ട്രാൻസ്ഫർ? ഞാൻ പറയുന്നത്, ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലയിൽ ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ VS-നെ പോലെ ജാഗ്രതയുള്ള ഒരു പാർട്ടി നേതാവ് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പല രംഗത്തും പ്രമുഖരായ പാർട്ടി നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഇല്ലാതെ ഞാൻ കാര്യം. അതുകൊണ്ട് VS-ൻ്റെ മരണം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. VS എന്നും ജനഹൃദയങ്ങൾ ജീവിക്കും. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ 100 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ എളിയ സഖാവിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.